നക്ഷത്ര നിരീക്ഷകർക്ക് ഒരു സന്തോഷ വാർത്ത. അപൂർവമായ ഒരു 7 പ്ലാനറ്റ് പരേഡിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഗ്രഹം എവിടെ നിന്നൊക്കെ കാണാൻ സാധിക്കുമെന്നും അവ കാണാൻ നല്ല ഏതെങ്കിലും സ്പോട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് ഉണ്ടോ എന്നുമൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ഇന്നിവിടെ നമ്മുടെ പ്രിയദർശിനി പ്ലാനറ്റോറിയത്തിലാണുള്ളത്. അപ്പോൾ നോക്കാം. നാനൂറ് വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസം, പ്ലാനറ്ററി പരേഡ് എന്ന് വിളിക്കുന്ന ഒരു കോസ്മിക് വിസ്മയം. വീനസ്, മാഴ്സ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളെ രാത്രിയിൽ കാണാൻ സാധിക്കുന്ന അപൂർവ അവസരമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അവയിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നത് 4 ഗ്രഹങ്ങളെ: വീനസ്, മാഴ്സ്, ജൂപ്പിറ്റർ, സാറ്റേൺ. എന്നാൽ യുറാനസ്, നെപ്റ്റ്യൂൺ തുടങ്ങിയ ഗ്രഹങ്ങൾ കാണാൻ സാധിക്കുന്നതിൽ പരിമിതിയുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ സാറ്റേണിനെ നമ്മൾ ആകാശത്ത് കാണുക വീനസിന് മുകളിലായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പൊസിഷൻ മാറി സാറ്റേൺ വീനസിന് താഴെയായി. ഒരു 18-19 തീയതികളിൽ പ്ലാനറ്റ് കൺജക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു. അതായത് വീനസും സാറ്റേണും അടുത്തടുത്ത് വരുന്ന സമയം. ഇപ്പം സാറ്റേൺ കുറച്ചും കൂടെ താഴെയായി. പ്ലാനറ്റ് പരേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു 2-ൽ കൂടുതൽ ഗ്രഹങ്ങളെ ഒരേ സമയം ആകാശത്ത് കാണാൻ പറ്റുക കുറച്ച് റെയറായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ 4 ഗ്രഹങ്ങളെ നമുക്ക് ആകാശത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ അത് ശരിക്കും രണ്ട് ഡയറക്ഷനിലായിട്ടാണ്. വീനസും സാറ്റേണും കാണുക പടിഞ്ഞാറ് ഭാഗത്തും, മാഴ്സും ജൂപ്പിറ്ററും കാണുക കിഴക്ക് ഭാഗത്തായിട്ടാണ് കാണുക. ചിലർ വിചാരിക്കാറുണ്ട് ഈ 4 ഗ്രഹങ്ങളെയും ഒരുമിച്ച് ടെലിസ്കോപ്പിലൂടെ ഒരു സമയം തന്നെ കാണാം എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയല്ല, നമുക്ക് നഗ്ന നേത്രം കൊണ്ടാണ് സ്കൈയിൽ മുഴുവനായിട്ടും നമുക്ക് ഈ 4 ഗ്രഹങ്ങളെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണത്. ടെലിസ്കോപ്പിലൂടെ അറ്റ് എ ടൈം നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാരണം ടെലിസ്കോപ്പ് നമ്മൾ പവർ കൂടിയ ടെലിസ്കോപ്പാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടെലിസ്കോപ്പിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വളരെ കുറവായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു ഇപ്പോൾ ജൂപ്പിറ്ററാണ് കാണുന്നതെങ്കിൽ ജൂപ്പിറ്ററും അതിൻ്റെ ഉപഗ്രഹങ്ങളൊക്കെ കാണണ്ടേ. അപ്പം ആ ഏരിയ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടെലിസ്കോപ്പിലൂടെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ 4 ഗ്രഹങ്ങളെ ഒരുമിച്ച് ടെലിസ്കോപ്പിലൂടെ കാണുകയല്ല, ഒരു ദിവസം തന്നെ 4 ഗ്രഹങ്ങളെ ഒരേ സമയം ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് ഈ പ്ലാനറ്റ്സ് പരേഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. യുറാനസ്, നെപ്റ്റ്യൂൺ അതിപ്പോൾ സ്കൈയിലുള്ളതാണ്. പക്ഷേ അങ്ങനെയുള്ള കുറച്ചും കൂടെ അകലെ നിൽക്കുന്ന ഗ്രഹങ്ങളെ ടെലിസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യണമെങ്കിൽ പരമാവധി ലൈറ്റ് പൊല്യൂഷൻ ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് ഒബ്സർവ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മളെ കയ്യിലൊരു പവർഫുൾ ടെലിസ്കോപ്പ് ഉണ്ട്, പക്ഷേ ഭയങ്കര ലൈറ്റ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിലാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ട്രിവാൻഡ്രത്ത് സ്റ്റാർ ഗേസിങ്ങിന് പറ്റിയ സ്പോട്ട് എവിടെയെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ എല്ലായിടത്തും? ശരിക്കും എത്രത്തോളം റിമോട്ടായിട്ടുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം നല്ലതാണ്. പക്ഷേ നമുക്ക് പറഞ്ഞതുപോലെ നല്ല ഹൈറ്റുള്ള സ്ഥലം നമ്മുടെ സ്ഥാപനത്തിൽ ഇവിടെയാണ് നമ്മൾ സ്പോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഒബ്സർവേറ്ററി നമ്മൾ ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഒരേ സമയം നിന്ന് ഒബ്സർവ് ചെയ്യാനുള്ള സ്ഥലം എന്ന രീതിക്കാണ് നമ്മൾ ഈ ഭാഗം സെലക്ട് ചെയ്തേക്കുന്നത്. ഗ്രഹങ്ങളെ അടുത്ത് കാണാൻ പ്രത്യേക കമ്പ്യൂട്ടറൈസ്ഡ് ടെലസ്കോപ്പ് സജ്ജീകരിച്ചിട്ടുണ്ട്. 30 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഇതിൽ ഈ കാണുന്നതാണ് വീനസ്. നമ്മുടെ നൈറ്റ് സ്കൈയിൽ ഏറ്റവും ബ്രൈറ്റ് ഏറിയ പ്ലാനറ്റ് വീനസ് ആണ്. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം വീനസ് ആണ്. ഈ നമ്മൾ പറയില്ലേ മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ എന്നൊക്കെ വിളിക്കുന്നത് ഈ ഗ്രഹത്തിനെയാണ്. ഒരു മിഡ് നൈറ്റിൽ നല്ല നമ്മൾ അർദ്ധരാത്രിയിലൊന്നും ഈ വീനസിനെ തലയ്ക്ക് മുകളിൽ കാണില്ല. ഇതൊന്നുകിൽ സൂര്യൻ ഉദിക്കുന്നതിന് കുറച്ച് മുമ്പ് കിഴക്ക് ഭാഗത്ത്, അല്ലെങ്കിൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം പടിഞ്ഞാറ് ഭാഗത്ത്. ഇങ്ങനെ നമുക്ക് ഈ വീനസിനെ സ്കൈയിൽ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ അകത്ത് 2 വരെയുള്ളൊരു ബോളിനെ കണ്ടു. പന്തിൻ്റെ 2 സൈഡിലും ഇങ്ങനെ കുറച്ച് കൊച്ചു കൊച്ചു പന്തുകളൊക്കെ ഉണ്ട്. ഞാൻ 4 സ്റ്റാർസിൻ്റെ ഇടയ്ക്കൊരു ബോൾ മാത്രം കണ്ടു. അതിൽ 2 വരെയുണ്ടായിരുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ്. ഇപ്പോൾ ഈ സെലസ്റ്റിയൽ ബോഡീസിനെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല ഇതൊരു. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഇവിടെ വന്നതും. അപ്പോൾ അത് കാണാൻ കഴിഞ്ഞതും വളരെ ആ ഒരു ജൂപ്പിറ്റർ എന്ന് പറയുന്നത് നമ്മൾ വളരെ ആ ഒരു റെസ്പെക്റ്റ് ചെയ്യുന്ന പ്ലാനറ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു കോസ്മിക് വിസ്മയം കാണാൻ ഫെബ്രുവരി 10 വരെ നിങ്ങൾക്ക് സമയമുണ്ട് കേട്ടോ.
ഓരോ ദിവസം കഴിയുന്തോറും സാറ്റേണിൻ്റെ വിസിബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് സണ്ണിനോട് കൂടുതൽ അടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കണ്ട. അശുതോഷ് ഷംനയ്ക്കൊപ്പം ഗൗരി, ന്യൂസ് 18.